ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതൊരു സാരിയാണ് കേട്ടോ. ഈ ലാവൻഡർ കളറിൽ കാണുന്നത് ഒരു സാരിയാണ്, പ്ലെയിൻ ആയിട്ടുള്ള സാരി. അതിൻ്റെ അടിഭാഗത്ത് മാത്രമാണ് ഇങ്ങനത്തെ ഒരു പട്ടിൻ്റെ ഒരു ഡിസൈൻ വരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ പ്ലെയിനാണ്. പിന്നെ ഇതിൻ്റെ ഈ ക്ലോത്തിൻ്റെ ഒരു ഓർഗൻസാന്നോ അങ്ങനെ എന്തോ അല്ലേ, അങ്ങനത്തെ ഒരു ക്ലോത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഷോളാണ് കേട്ടോ. അപ്പോൾ ഈ ക്ലോത്തിന് മാച്ചായിട്ട് തന്നെ ഈ സാരിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു ടോപ്പാണ് കേട്ടോ. ലൈൻ ടോപ്പാണ് ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ക്ലോത്തും കൂടിയാണല്ലോ ഈ ഓർഗൻസ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ തോന്നുന്നു പറയുക. എനിക്കും വലിയ കാര്യമായിട്ട് അറിയില്ല കേട്ടോ. ഞാനിതിൻ്റെ ഈ തുണി കൊണ്ട് ഞാൻ ഇതുവരെ ടോപ്പ് അടിച്ചിട്ടൊന്നുമില്ല. ഇതിപ്പോൾ എനിക്കുള്ള അല്ല കേട്ടോ, ഇതെൻ്റെ അനിയത്തിക്കുള്ളതാണ് കേട്ടോ. അവൾക്ക് വേണ്ടിയിട്ട് അടിക്കണതാണ്. അവളാണ് ഈ തുണിയൊക്കെ തന്നത് കേട്ടോ എനിക്ക്. അപ്പോൾ അവൾക്ക് അതുകൊണ്ടൊരു ലൈൻ ടോപ്പ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ തുണിയൊക്കെ ക്ലോത്തൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ആ അടിഭാഗത്തുള്ള ആ പട്ടുണ്ടല്ലോ അതങ്ങോട്ട് വെട്ടിക്കളഞ്ഞു കേട്ടോ. അതിന് ശേഷം നമ്മൾ അളവുകളൊക്കെ വരയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ് എനിക്ക് എടുക്കാൻ വയ്യ. നമുക്ക് ഒരു അളവ് ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അളവ് എടുക്കുകയായിരിക്കും കൂടുതൽ എളുപ്പം ഉണ്ടാവുക. നമ്മൾ ഈ ഒരു ടോപ്പ് തയ്ക്കണ ഈ ഒരു ലൈൻ ടോപ്പ് ഉണ്ടല്ലോ, ഈ അളവിന് വെച്ചിട്ടുണ്ടാകുന്നത് അത് വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പ് തയ്ക്കുമ്പോൾ ഞാൻ അളവൊന്നും എടുത്ത് പറയാത്തത്. അപ്പോൾ ഈ ഒരു ടോപ്പ് വെച്ചിട്ടുള്ള അതേ അളവിൽ തന്നെയാണ് ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ടും പോണത് കേട്ടോ. അപ്പോൾ എനിക്കും അവൾക്കും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അളവുകളുടെ കാര്യത്തിൽ. 1 ഇഞ്ച് 1/2 ഇഞ്ച് അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഏകദേശം അളവൊക്കെ ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ അളവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് എപ്പോഴും ടോപ്പൊക്കെ തയ്ക്കാറ് കേട്ടോ. അതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ടോപ്പൊക്കെ വെച്ച് അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടോപ്പ് ഞാൻ ലൈൻ ടോപ്പ് തയ്ക്കിയ കാരണം കൊണ്ട് എനിക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ളത് പോലെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വലിയ കാര്യമായിട്ടുള്ള അളവൊന്നും എടുക്കാത്തത്. അപ്പോൾ നമ്മുടെ ആ ടോപ്പ് വെച്ചിട്ട് ഞാൻ അളവൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു സാരി ഉണ്ടല്ലോ അതെനിക്ക് കുറേ മുന്നേ അവൾ തന്നിട്ടുണ്ടാകുന്ന തന്നെയാണ് കേട്ടോ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോയപ്പോഴാണ് കേട്ടോ ഈ ഓർഗൻസ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ ഷോൾ കിട്ടിയത്. അപ്പോൾ അവൾക്ക് ടോപ്പ് തയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അയ്യോ ഇതിൻ്റെ അടിയിൽ ഈ ക്ലോത്തിൻ്റെ അടിയിൽ ഇപ്പോൾ എന്ത് തുണിയാണ് വെക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു തുണിയുടെ ഓർമ്മ വന്നിട്ടോ. ഇതും ഇതിൻ്റെ ആ ഓർഗൻസ ഇതിൻ്റെ മേലെ ഉണ്ടല്ലോ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കളർ മാച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാരി തന്നെ തിരഞ്ഞെടുത്തത്. ഈ ഒരു കളർ തന്നെയാണ് കുറച്ചുകൂടി മാച്ച് എന്ന് എനിക്ക് തോന്നുന്നത്. ഇതും പിന്നെ ഇതിൻ്റെ ഡാർക്ക് കളറാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതും കുഴപ്പമില്ല കേട്ടോ, മാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ആ തുണി എന്ന് പറയുമ്പോൾ ചെറിയൊരു കുത്തിത്തറക്കലുള്ളൊരു തുണി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അത്ര ഇടുമ്പോൾ വലിയ സുഖം ഉണ്ടാവും ഇല്ലയെന്നൊന്നും അറിയില്ല, തയ്ച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ. എന്തായാലും തയ്ക്കാൻ നോക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പറയുമ്പോൾ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പാടുപെടുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടങ്ങി ഒതുങ്ങി കിടക്കണ ഒരു തുണിയല്ല കേട്ടോ. നമ്മൾ എത്ര മടക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും അതിങ്ങനെ ഒരുമാതിരി പൊന്തിയിട്ടാണ് കേട്ടോ നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒന്ന് അളവ് എടുക്കാനൊക്കെ നല്ല പണിയാണ് കേട്ടോ, നമ്മൾ മാർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലൈനിങ് ഉണ്ടല്ലോ അടിയിൽ വെക്കണ ലൈനിങ് അത് തന്നെ മേലെ വെച്ചിട്ട് അതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2 ക്ലോത്തും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ അവിടെ ഞാനിതായി മുട്ടുസൂചി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി പോകാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ ആ മുട്ടുസൂചിയൊക്കെ വെച്ചിട്ട് അങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ചെറിയ കട്ടിങ്സൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് മറച്ചടിക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് നെക്കൊക്കെ നിൽക്കുകയുള്ളൂ കേട്ടോ. ഇത് സ്ലീവാണ് കേട്ടോ. നമ്മൾ അന്ന് ചെയ്ത പോലെ തന്നെ ഒരു പഫ് മോഡൽ സ്ലീവ് ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ പേരറിയില്ല കേട്ടോ. അങ്ങനത്തെ സ്ലീവ് തന്നെയാണ് ഇതിന് വെക്കണത്. ഈ ഒരു ലൈൻ ടോപ്പ് എന്ന് പറയുമ്പോൾ ആ സ്ലീവാണ് കേട്ടോ കുറച്ചും കൂടി മാച്ച് ചെയ്യണത്. എന്തായാലും എനിക്ക് ആ സ്ലീവ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ അന്ന് അവൾക്ക് ടോപ്പ് വൈറ്റ് ടോപ്പ് ഉണ്ടല്ലോ അത് തയ്ച്ചു കൊടുത്തപ്പോൾ അവൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സ്ലീവ് തന്നെ വെക്കാൻ തന്നെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ ഇടാനൊരു സുഖമില്ല കേട്ടോ. ഒരുമാതിരി കുത്തലൊക്കെയാണ്, ഒരു സുഖമില്ല ഇടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സ്ലീവ് എന്തെങ്ങനെ പൊന്തി നിൽക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണി ഒരുമാതിരി പൊന്തി നിൽക്കണില്ല, എന്നാൽ ആവശ്യത്തിന് പൊന്തില്ല, ആവശ്യമില്ലാതെ വെറുതെ പൊന്തും ചെയ്യട്ടോ. അങ്ങനത്തെ ഒരു തുണിയാണ്, ഒട്ടിപ്പിടിച്ചും കൊണ്ട് നിൽക്കണ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടോപ്പ് എന്തായാലും നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇടാനൊരു സുഖമില്ല കേട്ടോ. അതാണ് എടുത്ത് പറയേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.